ഈ ഓണക്കാലത്ത് ശമ്പളം ലഭിക്കാത്ത ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാർക്ക് സ്വന്തം നിലയിൽ ശമ്പളം നൽകിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വീണ്ടും കയ്യടികൾ നേടിയിരിക്കുകയാണ്. ആലപ്പുഴയിലെ ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാർക്കാണ് 32 ലക്ഷം രൂപ സുരേഷ് ഗോപി നൽകിയത്. സ്വന്തം അക്കൗണ്ടിൽ നിന്നും ഈ പണം കൈമാറിയ ശേഷം ഈ കാശ് കടമാണെന്നും സുരേഷ് ഗോപി അവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ആലപ്പുഴയിലെ കുടുംബശ്രീ ജീവനക്കാരാണ് പരാതിയുമായി സുരേഷ് ഗോപിയുടെ മുന്നിലേക്ക് വന്നത്. ജീവനക്കാരുടെ പരാതി കേട്ട അദ്ദേഹം 32 ലക്ഷം രൂപ നൽകുകയായിരുന്നു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. മാസങ്ങളായി ശമ്പളം മുടങ്ങിയതോടെ വാടക വീടുകളിൽ കഴിയുന്നവരും അന്നന്നത്തെ ശമ്പളം കൊണ്ട് ജീവിക്കുന്നവരുമായ തങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ജീവനക്കാർ പറഞ്ഞിരുന്നു. കടം വാങ്ങി വീർപ്പ് മുട്ടിയെന്നും ഇനി കടം തരാൻ ആരും ബാക്കിയില്ലെന്നുമൊക്കെ അവർ പറഞ്ഞിരുന്നു. തങ്ങൾക്ക് ഓണത്തിന് ശമ്പളം മുടക്കം വരുത്തരുതെന്നും എത്രയും വേഗം ആ തുക അനുവദിക്കണമെന്നും ജീവനക്കാർ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. തുടർന്നാണ് ജീവനക്കാരുടെ ഈ ദുരിതം കണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടിയന്തരമായി ഇടപെട്ടത്. ഇപ്പോൾ എത്ര രൂപയാണ് ഇവർക്ക് നൽകാനുള്ളത്? ഓണത്തിന് മുൻപ് എത്ര രൂപ നൽകാൻ പറ്റും? നിങ്ങൾ ട്രഷറിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കാശ് എത്രയാണ് എന്നൊക്കെ സുരേഷ് ഗോപി ഒപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയും ചെയ്തു. ടൂറിസം ഫണ്ടിൽ നിന്നും വരാനുള്ള തുകയിൽ ആദ്യത്തെ 1.5 മാസത്തെ തുക അവർ നൽകിയിട്ടുണ്ടെന്നും ബാക്കി തുക തിങ്കളാഴ്ചക്കുള്ളിൽ അക്കൗണ്ടിൽ എത്തും വിധം അലോട്ട് ചെയ്തിട്ടുണ്ടെന്നും അധികൃതർ അദ്ദേഹത്തിന് മറുപടിയും നൽകി. തുടർന്ന് 54 പേർക്ക് ഓണം ആഘോഷിക്കാനായി അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് 32 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ നൽകുകയായിരുന്നു. 5 മാസത്തെ ശമ്പളം മുടങ്ങിയത് മൂലം 54 പേർക്ക് നൽകാനായി 32 ലക്ഷം രൂപ ഞാനിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കും അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് അറിയാം. അപ്പോൾ നമുക്ക് അനാവശ്യമായി കൂടുതൽ സമ്മർദ്ദം ചെലുത്താതെ ഇരിക്കാം. നിങ്ങളുടെ കൈവശമുള്ള ഈ പണം ഓണാഘോഷത്തിനായി ഇവർക്ക് കൊടുക്കുക. പിന്നീട് ആ തുക അക്കൗണ്ടിലേക്ക് തിരികെ ഇടാമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകിയാൽ മതി. ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. തങ്ങൾക്ക് ഇത്രയും വലിയ സഹായം ചെയ്തു തന്ന അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് ജീവനക്കാർ വ്യക്തമാക്കി. ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. 5-6 മാസം കൊണ്ട് ഞങ്ങൾ കിടന്ന് പാടുപെടുകയാണ്. വാടക വീട്ടിൽ താമസിക്കുന്നവരും അതാത് ദിവസത്തെ വേല ചെയ്ത് ജീവിക്കുന്നവരുമാണ് ഞങ്ങളൊക്കെ. അന്നന്ന് കഴിയാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയാണ്. ഞങ്ങൾ പലരോടും കടം മേടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കടം തരാൻ പോലും ആരുമില്ല. ആ സമയത്ത് സുരേഷ് ഗോപി സാർ വന്ന് ഇത്രയും വലിയ സഹായം ചെയ്തു തന്നതിന് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആലപ്പുഴ നഗരസഭയിലല്ലാതെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ആർക്കും ഇതുവരെ ശമ്പളം വന്നിട്ടില്ല എന്നും ജീവനക്കാർ പറഞ്ഞു. കേന്ദ്രം കാശ് തരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്നും കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. അതിന് മറുപടിയായി ആദ്യത്തെ 1.5 മാസം ശമ്പളം കൊടുത്തുവെന്നും ബാക്കി ഓർഡറാണെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ചും പാവങ്ങളെ സഹായിക്കുന്നതിൽ എക്കാലത്തും മുന്നിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ സുരേഷ് ഗോപി. ഇടക്കാലത്ത് BJP പാളയത്തിൽ എത്തിയതോടെ ചില രാജാപ്പാട്ട് നാടകങ്ങളും ആഠ്യത്വമുള്ള ഭാഷാ പ്രയോഗങ്ങളും ഒക്കെയായി അദ്ദേഹം ഒരു തമ്പുരാൻ ലെവലിലേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും ഈയിടെയായി പഴയ സുരേഷ് ഗോപിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒരുപാട് സന്തോഷവുമുണ്ട്.